പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29 പ്രധാന വാർത്തകൾ. റമസാനിലെ ഇഫ്താർ സംഗമങ്ങൾ അവയുടെ തനതന്തരീക്ഷവും ആത്മീയ സാമൂഹിക മൂല്യങ്ങളും കാരണം ഏറെ വ്യത്യസ്തവും സവിശേഷാനുഭവം നൽകുന്നതുമാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമെല്ലാം കാഴ്ചകളെ നിർവചിക്കുന്ന വാർഷിക പാരമ്പര്യം കൂടിയാണിത്. മനോഹരമായ സാമൂഹിക സജ്ജീകരണത്തിൽ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും സൗകര്യപ്രദമായി ഒത്തുകൂടാനുള്ള അവസരം കൂടിയാണിത്. സാമുദായിക ആവേശവും ഐക്യബോധവും ഇത് നൽകുന്നു. വിവിധ ഔദ്യോഗിക സ്വകാര്യ സ്ഥാപനങ്ങൾ ഇഫ്താർ സംഗമങ്ങൾ ആവേശപൂർവ്വം സംഘടിപ്പിക്കുന്നു. സമൂഹവുമായി ഇടപഴകുന്നതിനും ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വ്യക്തികൾക്കൊപ്പം കമ്പനികളും ചാരിറ്റി സംഘടനകളും ഇഫ്താർ നടത്താറുണ്ട്. തെരുവുകളിലും അയൽപ്പക്കങ്ങളിലും മസ്ജിദുകളിലും പാർക്കുകളിലും പൊതുചത്വരങ്ങളിലും ഇത്തരം സംഗമങ്ങൾ കാണാം. വൈകുന്നേരമായതിനാൽ സംഗമങ്ങൾക്ക് സൗകര്യപ്രദമാണ്. ഒമാനിലെ സാമൂഹിക പ്രവർത്തകൻ ഫവാസ് കൊച്ചന്നൂർ ആമിറാത്തിൽ വെച്ച് മരണപ്പെട്ടു. ആക്സിഡൻറ്റ്സ് ആൻഡ് ഡിമൈസസ് ഒമാന്റെ ട്രഷററും MNMA-യുടെ രക്ഷാധികാരിയുമായിരുന്നു ഫവാസ് മുഹമ്മദ്. മസ്കത്തിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ്മാനായി ജോലി ചെയ്തു വരികയായിരുന്നു. ഭൗതിക ശരീരം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലെത്തിച്ച് വെള്ളിയാഴ്ച 10 മണിക്ക് കൊച്ചന്നൂർ ജുമുഅ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കുമെന്ന് ആക്സിഡൻറ്റ്സ് ആൻഡ് ഡിമൈസസ് ഒമാൻ ഭാരവാഹികൾ പറഞ്ഞു. ഉൽപ്പന്നങ്ങളിൽ അനുമതിയില്ലാതെ രാജകീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പരിശോധനയുമായി വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ദാഖിലിയ ഗവർണറേറ്റിലെ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിലെത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ദേശീയ ചിഹ്നം, രാജകീയ ചിഹ്നങ്ങൾ, ഗഞ്ചർ, സുൽത്താനേറ്റിന്റെ ഭൂപടം എന്നിവ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് അനുമതി ആവശ്യമാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലോ പരസ്യങ്ങളിലോ രാജ്യത്തിന്റെ ലോഗോ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും കമ്പനികളും മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കൊമേഴ്സ് വിഭാഗത്തിൽ അപേക്ഷിക്കണം. അല്ലെങ്കിൽ വിവിധ ഗവർണറേറ്റുകളിലെ മന്ത്രാലയം ഡയറക്ടറേറ്റുകളിലും അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷയോടൊപ്പം ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും പരസ്യങ്ങളുടെയും മാതൃകകൾ അറ്റാച്ച് ചെയ്യണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചു. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എത്തുന്നവർക്കിപ്പോൾ ആപ്ലിക്കേഷൻ വഴി ടാക്സി ബുക്ക് ചെയ്യാം. ഓ ടാക്സി, ഒമാൻ ടാക്സി ആപ്ലിക്കേഷനുകളിൽ ബുക്കിംഗ് സൗകര്യം ആരംഭിച്ചതായി ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്നും ഇറങ്ങിയ ഉടൻ ടാക്സി സേവനം ലഭ്യമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ടാക്സി ബുക്കിംഗ് സമയത്ത് തന്നെ നിരക്കുകളും അറിയാൻ സാധിക്കും. അതേസമയം വാണിജ്യ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, സുൽത്താൻ ഖാബൂസ് തുറമുഖം എന്നിവിടങ്ങളിൽ സേവനം നടത്താൻ ലൈസൻസ് അനുവദിക്കപ്പെട്ട ആപ്പ് അധിഷ്ഠിത ടാക്സികളുടെ നിരക്കും മന്ത്രാലയം ഏകീകരിച്ചിട്ടുണ്ട്. ഹോട്ടലുകളിൽ സേവനം നടത്തുന്ന ടാക്സികളുടെ അടിസ്ഥാന നിരക്ക് 1.5 റിയാലായിരിക്കും. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 250 പൈസ ഈടാക്കും. 10 മിനിറ്റ് കഴിഞ്ഞാൽ കാത്തിരിപ്പ് നിരക്കായി 50 പൈസയും നിർണയിച്ചു. വാണിജ്യ കേന്ദ്രങ്ങളിലെ ടാക്സി നിരക്ക് 300 പൈസയിൽ ആരംഭിക്കും. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 130 പൈസയായിരിക്കും. കാത്തിരിപ്പ് നിരക്ക് ഹോട്ടൽ ടാക്സികൾക്ക് തുല്യമാണ്. യാത്രയുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് 1 റിയാലായിരിക്കും. മസ്കത്ത് സുൽത്താൻ ഖാബൂസ് തുറമുഖത്ത് സേവനം നടത്തുന്ന ടാക്സികളുടെ അടിസ്ഥാന നിരക്ക് 1.5 റിയാലായിരിക്കും. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 250 പൈസയും 10 മിനിറ്റ് കഴിഞ്ഞാൽ കാത്തിരിപ്പ് നിരക്കായി 50 പൈസയും നൽകേണ്ടി വരും. വാഹനങ്ങളിൽ നിന്നും ബാറ്ററികൾ മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം വടക്കൻ ബാത്തിന പോലീസ് കമാൻഡ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിർത്തിയിട്ട ട്രക്കുകളിൽ നിന്നായിരുന്നു പ്രതി ബാറ്ററികൾ മോഷണം നടത്തിയിരുന്നത്. ലിവ വിലായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ മോഷണം നടത്തിയിരുന്നതായി കണ്ടെത്തി. പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. തലസ്ഥാനത്തെ വെള്ളപ്പൊക്കം തടയുന്നതിന് ആമിറാത്തിലും സീബിലും അണക്കെട്ടുകൾ നിർമ്മിച്ച് കാർഷിക ഫിഷറീസ് ജലവിഭവ മന്ത്രാലയം. ആമിറാത്തിൽ അൽ ജുഫീന പ്രദേശത്തും സീബിൽ അൽ ജിഫ്നൈൻ പ്രദേശത്തുമാണ് അണക്കെട്ടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2 അണക്കെട്ടുകളിലുമായി 26.8 ദശലക്ഷം
വെള്ളം ഇവിടെ ശേഖരിക്കാൻ കഴിയും. നൂതന നിരീക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അണക്കെട്ടുകൾ ഒരുക്കിയിരിക്കുന്നതെന്നും ജലവിഭവ വിഭാഗം ഡയറക്ടർ ജനറൽ നാസർ ബിൻ മുഹമ്മദ് അൽ ബത്താഷി പറഞ്ഞു. ശക്തമായ മഴയെ തുടർന്ന് സ്ഥിരമായി വെള്ളപ്പൊക്കമുണ്ടാകുന്ന മസ്കത്തിലെ മേഖലകളിൽ പ്രശ്നപരിഹാരത്തിന് നിരവധി പദ്ധതികളാണ് അധികൃതർ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മസ്കത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലാണ് വെള്ളപ്പൊക്കമുണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളം വാഹന ഗതാഗത സ്തംഭനങ്ങൾ ഉണ്ടാകാറുണ്ട്. താമസ കേന്ദ്രങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടാകാറുണ്ട്. ശക്തമായ മഴയിൽ പുറത്തിറങ്ങാൻ പോലും ഇവിടുത്തുകാർക്ക് സാധിക്കാറില്ല. അണക്കെട്ടുകൾ നിർമ്മിച്ചും ഡ്രെയിനേജിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിച്ചും മുഴുവൻ പ്രദേശങ്ങളിലെയും വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ മോഷണക്കേസിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹം വിലയത്തിലെ വീടുകളിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷണം നടത്തിയതിനാണ് ഇയാൾ അറസ്റ്റിലായത്. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും പോലീസ് പ്രസ്താവനയിൽ പറയുന്നു. വിൽപ്പനയ്ക്കായി പടക്കങ്ങൾ ശേഖരിക്കുകയും കടത്തുകയും ചെയ്ത സംഭവത്തിൽ പ്രവാസികൾ അറസ്റ്റിൽ. മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാണിജ്യ സ്റ്റോറിൽ നിന്നും വലിയ തോതിൽ പടക്കശേഖരം പിടിച്ചെടുത്തത്. ജനങ്ങളുടെയും പ്രദേശത്തിന്റെയും അപകടങ്ങൾക്കിടയാക്കുന്ന തരത്തിലുള്ള പടക്കങ്ങളാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. ഇന്ത്യയുടെ ഫോൺ പേ ആപ്പും മഷ്രിഖ് പേയ്മെന്റ് പ്ലാറ്റ്ഫോമായ നിയോ പേയും ധാരണയിൽ. ഇത് ഫോൺ പേ വഴി UAEയിൽ ഇടപാട് നടത്താൻ ആളുകളെ പ്രാപ്തമാക്കും. ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡുമായി സഹകരിച്ചാണിത്. UAEയും ഇന്ത്യയും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ സുപ്രധാനമായ ഒരു ചുവടുവെപ്പാണിതെന്ന് ഫോൺ പേയിലെ CEO റിതേഷ് പൈ പറഞ്ഞു. റൂവി ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിക്കുന്ന റമസാൻ കപ്പ് ടൂർണമെന്റിന്റെ ജേഴ്സി പ്രകാശനം നടന്നു. അക്ബർ ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. അമാൻ ടീം ക്യാപ്റ്റൻ ജലീൽ ജേഴ്സി ഏറ്റുവാങ്ങി. റൂവി ക്രിക്കറ്റ് ലീഗ് ഭാരവാഹികളും സംഘാടകരും അമാൻ ക്രിക്കറ്റ് ടീം താരങ്ങളും പങ്കെടുത്തു. ടീം മാനേജർ താജുദ്ദീൻ മാണൂർ നന്ദി രേഖപ്പെടുത്തി. റമസാനിൽ ഒമാൻ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിന് ഇന്ന് തുടക്കമാകും. ഏപ്രിൽ 6 വരെ എംബസി ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് സമയം. രക്തം ദാനം ചെയ്യൂ, ജീവൻ സംരക്ഷിക്കൂ എന്ന സന്ദേശത്തിലാണ് റമസാൻ ബ്ലഡ് ഡൊണേഷണൽ ഡ്രൈവ്. ഗൾഫ് യാത്രക്കാർക്ക് കപ്പൽ സർവീസ് ഒരുക്കാനുള്ള കേരള മാരിടൈം ബോർഡ് ശ്രമങ്ങളും തുടർ നടപടികളും വേഗത്തിലായി. പദ്ധതിക്ക് താൽപര്യം പ്രകടിപ്പിച്ച് നിരവധി കമ്പനികൾ എത്തിയിട്ടുണ്ട്. ഗുജറാത്ത്, മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള കപ്പൽ കമ്പനികളടക്കം ഇവയിലുണ്ട്. കാർഗോ സൗകര്യവുമായി 3 ദിവസത്തെ യാത്രാ സർവീസിന് 10,000 രൂപയാണ് നിരക്കുണ്ടാവുക. 1200 യാത്രക്കാരെ ഓരോ യാത്രയിലും വഹിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. അതിനിടെ പദ്ധതിയുടെ പ്രതികരണമറിഞ്ഞ് കേരള മാരിടൈം ബോർഡ് പ്രവാസികളിൽ നിന്ന് സർവേ ആരംഭിച്ചിട്ടുണ്ട്. ഗുജറാത്ത് മാരിടൈം ബോർഡ് വഴി മാത്രം 4 കപ്പൽ കമ്പനികൾ സർവീസ് നടത്താൻ തയ്യാറായി എത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.